വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. വളരെ റിച്ചും സ്പൈസിയുമായിട്ടുള്ളൊരു കറിയാണ് ദാൽ മഹാറാണി. ഞാൻ ചെയ്യാറുള്ള രീതിയിൽ ദാൽ മഹാറാണി നമുക്കിന്ന് കാണാം. അപ്പോൾ ഈ ദാൽ മഹാറാണി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഉറുദ് ദാൽ, ബ്ലാക്ക് ഉറുദ് ദാലാണ് വേണ്ടത്, ഹോളായിട്ടുള്ളത്. അത് സോക്ക് ചെയ്ത് വെക്കുക. ഇതൊരു 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് രാജ്മ 2 ടേബിൾ സ്പൂൺ ഇതേപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്യണം. ഓക്കെ, രാത്രി മുഴുക്ക വെള്ളത്തിൽ ഇടുക. ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യുക. ഇതൊരു 4 മണിക്കൂർ. ഇതാദ്യം കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ബ്ലാക്ക് കാർഡമമാണ്. നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കാർഡമം. അതൊരെണ്ണം, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സോൾട്ട്, ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഒരു നുള്ള കായംപൊടി, ഇത്രയും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് 1 വിസിൽ വരെ കുക്ക് ചെയ്യുക. 1 വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ഒരു 20 മിനിറ്റ്, 20 to 30 മിനിറ്റ്സ് എടുക്കും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കും. ദാൽ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഇപ്പുറത്തേക്ക് മാറ്റുകയാണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ, നല്ല റിച്ചായിട്ടുള്ളൊരു കറിയാണ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി, എണ്ണയും ഗീയും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, അപ്പം തന്നെ ഒരു ബേ ലീഫ്, ഒരു ഗ്രീൻ കാർഡമം, ഗ്രാമ്പു, ഇത്ര സാധനങ്ങളിടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇപ്പം തന്നെ നല്ലൊരു മണമാണ്. ഇതിലേക്ക് സവോള, ഒരു 1 മീഡിയം സൈസ് സവോളയാണ്, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്, അതോടെ ആഡ് ചെയ്യാം. സവോള കുക്ക് ചെയ്യുമ്പം ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. പെട്ടെന്ന് സവോളയെല്ലാം വെള്ളം ഇറങ്ങി പെട്ടെന്ന് കുക്ക്ഡ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത്. അണിയൻസ് നന്നായിട്ടൊന്ന് സോഫ്റ്റാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ അണിയൻസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇവിടെ ചില്ലീസ് നന്നായിട്ട് മൂത്തു. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ഇടാനായിട്ടുണ്ട്. ടൊമാറ്റോ എടുത്തേക്കുന്നത് ഒരു വലിയ ടൊമാറ്റോ മിക്സിയിലിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്, അതിനകത്തേക്ക് ചേർക്കാം. ഇത് കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് കുക്ക് ചെയ്ത് എണ്ണ വിട്ട് വരണം, എണ്ണ സെപ്പറേറ്റഡ് ആവണം. ആ ഒരു സമയം വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ ടൊമാറ്റോസ് നന്നായിട്ട് കുക്ക്ഡായി, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. ഈ സമയത്ത് ഒരു ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ, ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, രണ്ടും കൂടെ ആഡ് ചെയ്യാം.
നമ്മൾ കുക്ക്ഡായ ദാലിനകത്തേക്ക് ഇടണം. അപ്പോൾ അത് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ദാല് ഞാൻ ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചു. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പ്രഷർ മൊത്തം പോയി കഴിഞ്ഞ ശേഷം തുറക്കുവാണേ. ഈ കുക്ക് ചെയ്ത ദാൽ മിക്സ്ചർ നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന അണിയൻ മിക്സറിലേക്ക് ആഡ് ചെയ്യാം. നോക്കിയാൽ കറക്റ്റാണ്, വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. വീണ്ടും ഇത് ഓണാക്കാം. അപ്പോൾ എപ്പോഴും ഈ ഒരു ഗ്രേവി എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് കുറച്ച് നേരം എടുത്ത്, യൂഷ്വലി ഒത്തിരി സമയം എടുത്ത് കുക്ക് ചെയ്യുന്ന ഒരു കറിയാണ് ദാൽ മഹാറാണി. അപ്പോൾ ഇത് നമ്മൾ ചൂട് എളുപ്പ വഴിയിലാണ് നമ്മൾ ചെയ്തത്. നല്ല ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ബോയിൽ ആവട്ടെ. ആ സമയം കൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഈ രാജ്മയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇത് നന്നായിട്ട് കിടന്ന് ഇത് കുക്കാവണം. ഈ സമയത്ത് നമുക്ക് ഉള്ള സ്പൈസസൊക്കെ, ഹോളായിട്ടുള്ള സ്പൈസസൊക്കെ എടുത്ത് മാറ്റാം. സ്പൈസസ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹോളായിട്ടുള്ള സ്പൈസസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ഒരുപാട് സ്പൈസസ് ചേർത്തിട്ടും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എളുപ്പം റിമൂവ് ചെയ്യാനായിട്ട്. ഇനി സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇത് ക്രീമി ഗ്രേവി ആയിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദാല് ഓൾമോസ്റ്റ് ആയി. ഇനി അതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവി കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, ഒരു 1/4 കപ്പ്. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞത് റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ. ഒരു നുള്ള ജീരകം പൊടി. ജീരകം ആദ്യം ഇട്ടിട്ടുണ്ട്, കൂടാതെ ജീരകം പൊടി. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ക്രീം, 2 ടേബിൾ സ്പൂൺ ക്രീം. അമൂൽ ക്രീമാണ്. നമ്മുടെ കറി ആയി. നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. കുറച്ച് നമ്മൾ ഗാർലിക്ക് മൂപ്പിച്ച് നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ലാസ്റ്റ് ഇതാണ്. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി. ഇതിലേക്ക് 2 വെളുത്തുള്ളി നീളത്തിലിങ്ങനെ സ്ലൈസ് ചെയ്തതാണ് ഇത് ആഡ് ചെയ്യാം. നല്ലതായിട്ട് മൂത്തു. ഇതിലേക്ക് 1 നുള്ള് കസൂരി മേത്തി ലീവ്സ്, 1 നുള്ള് മതി. 1 നുള്ള് കായംപൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയായിട്ടൊന്ന് ഇളക്കുക. ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. പെട്ടെന്ന് ബേൺഡായി പോവും, അതുകൊണ്ട് സൂക്ഷിച്ച്. ഇതും കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും ഈ കറിക്ക്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തേക്കുന്നത്. കൂടുതലാവുകയാണെങ്കിൽ കൂടുതൽ ചൂടുവെള്ളം ചേർത്താൽ മതി. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ ദാൽ മഹാറാണി റെഡിയായി. ഇനി ഫൈനൽ ഗാർണിഷിനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ, ചൂടോടെ ഇച്ചിരി ബട്ടർ, അത് ഭയങ്കര ഒരു ഫ്ലേവറാണ്. കൂടാതെ കുറച്ച് ക്രീം വെച്ച് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ദാൽ മഹാറാണി റെഡിയായി. ഇത് ചപ്പാത്തി, റോട്ടി, പൂരി, നാൻ അതിൻ്റെ കൂടെയൊക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്.
ഈ ഒരു കറി നല്ല ക്രീമിയാണ്, സ്പൈസിയാണ്, റിച്ചുമാണ്. അപ്പം ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വേണ്ടി ഇപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.